ഷഹിദ, ഈ തകർന്ന പല വീടുകളിലും മൃതശരീരങ്ങൾ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഈ മൃതശരീരങ്ങളൊക്കെ വീണ്ടെടുത്ത് ഇന്ന് പല ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ഒഴിവായി കിട്ടിയെങ്കിൽ എന്ന് ചില ബന്ധുക്കളൊക്കെ വിലപിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഏകദേശം എല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കി എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ഇന്നും ഈ മൃതദേഹങ്ങളൊക്കെയും അത്തരത്തിൽ വീണ്ടെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടുകിട്ടൂ എന്നതും നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും മുത്തി, അത്തരം നടപടിക്രമങ്ങളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇവിടെ വീടിന്റെ സ്ലാബ് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡി അത് പുറത്തേക്ക് എടുക്കാനുള്ളൊരു ശ്രമം, അത് നമുക്ക് ദൃശ്യങ്ങൾ എത്രത്തോളം പങ്കുവെക്കാൻ കഴിയുമെന്ന് അറിയില്ല. ആ ബോഡി ചെയറിലിരിക്കുന്ന നിലയിലായിരുന്ന ബോഡി ഇപ്പോൾ പുറത്തേക്ക് എടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ കിട്ടിയതാണ്. എന്താ മോളിലെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കിട്ടിയിരുന്നു. ആ ഫോണിൽ ഞാൻ വിളിച്ചു നോക്കി. ഇതിലൊന്ന് മിസ് കോളിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ, ഈ ഫോണാണ് കിട്ടിയിരിക്കുന്നത്. വിളിച്ച സമയത്ത് അവര് പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞു ആ വീട്ടുകാർ. പക്ഷെ ഈ വീടിനകത്ത് 4 പേരുണ്ടെന്ന് പറഞ്ഞു. 4 പേരുണ്ട് ഈ വീട്ടിൽ. ഇതിനകത്ത് 4 പേര്. അത് താഴത്തെ ഫ്ലോറിൽ കാണാനില്ലാത്ത. അതെ 4 താഴത്തെ നിലയിലായിരിക്കും. പിന്നെ ഇവിടെ ഈ വീട്ടിൽ 4 പേരുണ്ടെന്ന് പറഞ്ഞു. പ്രായമായവരാണോ? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. അവർ കരയുന്ന. ഓക്കെ മോത്തി, അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് രക്ഷാപ്രവർത്തകൻ പങ്കുവെച്ചത്. അതായത് ഒരു ഫോൺ സമീപത്തെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഫോണിലേക്ക് ഡയൽഡ് നമ്പറിലേക്ക് അവർ വിളിച്ചു നോക്കി. ആ സമയത്ത് ആശുപത്രിയിലുള്ള ഒരാൾ പങ്കുവെച്ച് തൊട്ട് താഴെയുള്ള വീട്ടിൽ 4 പേരുണ്ട്, 4 പേരെയും കാണാനില്ല. ആ വീട്ടിൽ നിന്നാണ് ഒരു മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അവിടെ നിന്നും ഈ കാണാതായ മറ്റ് 3 പേർ ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതരായി ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ അവരെ പിന്നീട് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് ആശ്വസിക്കാൻ, പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ വീട്ടിൽ 2 മൃതദേഹമുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നിലവിൽ അവർക്ക് 2 മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട്. 4 പേരെ കാണാനില്ല എന്നാണ് തൊട്ടയൽക്കത്തുള്ള ആൾ ഈ കളഞ്ഞു കിട്ടിയ ഫോണിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരുണ്ടാകുമോ ഈ വീട്ടിനകത്ത് എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തായി മറ്റൊരു വീടുണ്ട്. അവിടെ നിന്നും ഒരു മൃതദേഹം അവിടെയുണ്ട് എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിയിരുന്നു ആ കോൺക്രീറ്റിനിടയിൽ കൂടി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് എളുപ്പമല്ല. അതുകൊണ്ട് അവർ വീണ്ടും കോൺക്രീറ്റ് വടം കെട്ടി വലിക്കാനുള്ള ശ്രമം നടത്തുന്നു. സേനാ അംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആ ശ്രമം നടത്തുന്നത്. ഭയങ്കര ചളിയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലകയും ഷീറ്റുമൊക്കെ നിലത്ത് വിരിച്ചാണ് അവർ അവിടെ കാലുറപ്പിച്ച് നിർത്തുന്നത്. കിടക്കയുമൊക്കെ ഈ ചെളിയിൽ വിരിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ വടം കെട്ടി അത് കോൺക്രീറ്റ് വലിച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമം അവർ ഒന്നുകൂടി നടത്തും. നേരത്തെ 1-2 തവണ നാട്ടിലുള്ള രക്ഷാപ്രവർത്തകർ നടത്തിയിരുന്നു. അതിന് സാധിച്ചിരുന്നില്ല, വടം പൊട്ടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ സേനാംഗങ്ങളൂടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ഇപ്പോൾ അതിനകത്തുള്ള ഒരു മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി ശ്രമം പുറത്തേക്കെടുത്തിരുന്നു. പക്ഷേ അത് കൂടുതൽ സുരക്ഷിതമായി എടുക്കാൻ കഴിയുക കോൺക്രീറ്റ് മാറ്റിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മുകളിലെ കോൺക്രീറ്റ് മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മനസ്സിലാവുന്നു ഷഹീദ്, ഏറെ ശ്രമകരമായൊരു ദൗത്യമാണെന്ന് മനസ്സിലാവും. ഈ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിച്ച ഉള്ളിലുള്ളവരെ പുറത്തെടുക്കണം. അപ്പോഴും ഈ ആൾക്കാർ കുടുങ്ങിപ്പോയവരുടെ എണ്ണം എത്രയെന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും ഒക്കെ ജീവന്റെ തുടിപ്പുണ്ടാകണേ. ഏതെങ്കിലും ഒരു മറവിൽ അങ്ങനെ അധികം പ്രശ്നങ്ങളില്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അത് മാത്രമേ നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയൂ. ജീവന്റെ തുടിപ്പെങ്കിലും എല്ലാവർക്കും ഉണ്ടാവണേ എന്ന്.